നടുവണ്ണൂർ മേക്കോത്തുകുന്ന് പെട്രോൾ പമ്പിൽ നിന്നുള്ള ഡീസൽ ലീക്കായി കിണറുകളിലേക്ക് എത്താൻ തുടങ്ങിയതോടെ അവിടുത്തെ ആളുകൾ ദുരിതത്തിലാണ്. 3 കിണറുകളിലാണ് ഇപ്പോൾ ഡീസൽ സാന്നിധ്യം കാണുന്നത്. ഈ കിണറുകളെ ആശ്രയിച്ച് കഴിയുന്ന നിരവധി കുടുംബങ്ങൾ ആശങ്കയിലാണ്. സാനിയോ മനോമി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് നടുവണ്ണൂർ മേക്കോത്തുകുന്നിലാണ് ഇന്നത്തെ ലോക്കൽ ഫോക്കസ് ഉള്ളത്. ചെറിയ വിഷയമല്ല ഇവിടെയുള്ളത്, വലിയൊരു പ്രയാസത്തിൽ അനുഭവിക്കുകയാണ് ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും. അതായത് സമീപത്തുള്ള പെട്രോൾ പമ്പിൽ നിന്ന് ഡീസൽ കലർന്ന് ഇവരുടെ കിണറുകളെല്ലാം മലിനമാകുന്ന സാഹചര്യമാണുള്ളത്. നാട്ടുകാർ തന്നെ നമുക്കൊപ്പം ഉണ്ട്. നിങ്ങളുടെ കിണറുകളൊക്കെ 4 കിണറുകളായില്ലേ ഇപ്പം മലിനമാകാൻ തുടങ്ങിയിട്ട്? ഇപ്പം 3 കിണറുകളാണ് മലിനമായത്. 3 കിണറുകളാണ് ഇപ്പം കണ്ടുവരുന്നത്. അതിൽ ഒരു കിണറിൽ പൂർണ്ണമായിട്ടും ഡീസൽ തന്നെയാണ് നമുക്ക് അത് കോരിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പേപ്പറിൽ മുക്കി കത്തിക്കുമ്പോൾ അത് ശരിക്കും കത്ത് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ 4-5 വീട്ടുകാരുടെ കുടിവെള്ളം ഇപ്പം മുട്ടിയിരിക്കുകയാണ്. കാരണം ഒരു കിണറിൽ നിന്ന് തന്നെ 3 കുടുംബങ്ങൾ അതിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടിരുന്നു. അതൊക്കെ ഇപ്പം നിലച്ചിരിക്കുകയാണ്. നിങ്ങൾ സ്വന്തം കിണറാണോ അല്ല വേറെ വെള്ളം എടുക്കുന്നതാണോ? സ്വന്തം വീട്ടിലുള്ള കിണറാണ്. അവിടെ ഇങ്ങനെ പ്രശ്നമുണ്ട്? പ്രശ്നമുണ്ട്. എന്താ ഒരു സ്മെല്ലുണ്ടോ? സ്മെല്ലുണ്ട്, പിന്നെ രുചി വ്യത്യാസമുണ്ട് വെള്ളത്തിൽ. ഇവരെ വീട്ടിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. എന്താ വെച്ചാൽ ഒരു ദിവസം മോള് കുടിച്ച് ഒരു ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. ഛർദി, തലചുറ്റല്, പ്രഷർ കുറവ്, അങ്ങനെ ഒരു ദിവസം ഫുള്ള് ഹോസ്പിറ്റലിൽ കിടന്ന് പിറ്റേന്ന് നോക്കുമ്പോൾ ഇവരെ വീട്ടിലെ കുഞ്ഞനും ഇതുപോലെ ഇത് തന്നെ പ്രശ്നം ഉണ്ടായി. അങ്ങനെ ഇപ്പം ബുദ്ധിമുട്ടിലാണ് വെള്ളം കുടിക്കാൻ. നല്ല സ്മെല്ലാണോ? നല്ല മണവുണ്ട്, നല്ല ചോയയുണ്ട്. അതുകൊണ്ട് കുടിക്കാൻ തീരെ പറ്റൂല. വേറെ എവിടെ നിന്നും വെള്ളം കിട്ടാനുമില്ല? ഇല്ല, കിട്ടും. ഞങ്ങളെ വയലായതുകൊണ്ട് വെള്ളം കുടിക്കാനും പറ്റൂല. കാലങ്ങളായിട്ടുള്ള കിണറ, ഇതുവരെ ഒരു പ്രശ്നം ഇല്ലാത്തതാണ്. ഇപ്പം അടുത്ത കാലത്തായിട്ടാണ് ഇത് വന്നത്. പിന്നെ കുട്ടികൾക്കും സുഖമില്ലാണ്ടായി, വയറിനൊക്കെ പ്രോബ്ലം ആയിട്ട് ചികിത്സ ചെക്ക് ചെയ്തിരുന്നോ? നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? പറഞ്ഞ് ഈ വെള്ളം ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞിരിക്കുക. ഇനി എവിടുന്ന് വെള്ളം കിട്ടും? ഇപ്പം വെള്ളം വേറെ അടുത്ത ഏതെങ്കിലും വീട്ടിൽ മണമൊന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് തൽക്കാലം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മഴ കൂടുതൽ പെയ്യുമ്പോൾ അങ്ങോട്ടേക്കും പോകില്ലേ? സാധിക്കും. ഇനിയിപ്പോൾ മൊത്തം സ്പ്ലറ്റ് ആയിക്കൂടെ കഴിയില്ല. ഏറ്റവും വലിയ ഭയതാണ്. കാരണം ഈ താഴ്വരയിൽ തന്നെ 10-25 കുടുംബങ്ങളുണ്ട്. അവരുടെ കിണറൊക്കെ ഇങ്ങനെ മലിനമാകുകയാണെങ്കിൽ അവർ കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടാണ് ചെയ്യുക ഇന്നത്തെ സാഹചര്യത്തിൽ. അവിടെ നിർബന്ധമായിട്ടും ഇതിന് പരിഹാരം തേടി നടത്തുക വേണ്ടത്. ജനങ്ങളൊന്നും ചേർന്നിട്ട് കമ്മിറ്റികളുണ്ടാക്കി ഒരു കർമ്മസമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതിന് നേതൃത്വം നിന്നാൽ പരാതി കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. ഹെൽത്തിലെ ആളുകളെല്ലാം ഇവിടെ വന്ന് നോക്കിയിട്ട് അവരോട് ഈ വെള്ളം ഒന്നും ഉപയോഗിക്കാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ ഭയത്തിലാണ് സംഗതി. ഇതിൻ്റെ ഒന്നാമത്തേന് തൊട്ടടുത്ത് ഈ പിന്നെ വയൽ പ്രദേശമായതുകൊണ്ട് കൃഷിയും സംഗതിയെല്ലാം ഉണ്ട്. അപ്പം ഈ മണ്ണിൻ്റെ അടിയിൽ കൂടി ഇത് പോകുമെന്നുള്ള പേടിയും സംഗതിയെല്ലാം ആളുകൾ വലിയ ഭയത്തിലാണ് സംഗതി ഉള്ളത്. വാർഡ് മെമ്പറാണ്. എന്താണ് വാർഡ് മെമ്പർ എന്ന തലത്തിൽ നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? എന്താ ചെയ്യാന്ന് വെച്ചാൽ പെട്ടെന്ന് ഇതിൻ്റെ ഉദ്യോഗസ്ഥർ വന്നിട്ട് ഇതിപ്പം എന്താണ് ഇതിൻ്റെ ഇത് സംവിധാനം കണ്ടെത്തിയിട്ട് ഈ ഒരു പ്രശ്നം പരിഹരിച്ചിട്ട് ഈ ഇവിടെയുള്ള ജനങ്ങൾക്ക് നല്ലമായ ശുദ്ധമായ കുടിവെള്ളം കിട്ടണം. ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടോ പഞ്ചായത്ത് എല്ലാ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് ഇന്നലെ പ്രസിഡന്റ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നടുവണ്ണൂർ പഞ്ചായത്താണ്. അവരൊക്കെ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നിപ്പം പഞ്ചായത്ത് അവർക്ക് വേണ്ടിയിട്ടൊരു മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്. സ്റ്റോപ്പ് മെമ്മോ. പ്രായമുള്ള ഉമ്മയൊക്കെ ഉള്ളതാണ്. അപ്പോൾ വെള്ളത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വേറെ വീട്ടിൽ പോയി വെള്ളം എടുത്ത് വരാനൊന്നും പറ്റില്ല. എനിക്ക് കണ്ണിന് പ്രശ്നം വന്നതാണ് ആദ്യം. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞത് വെള്ളത്തിന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കാണണം. അതിനാണ് ഇപ്പം ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയത്. ഏതായാലും വലിയൊരു പ്രതിസന്ധിയിൽ തന്നെയാണ് മേക്കോത്തുകുന്നത്തുള്ള നാട്ടുകാരുള്ളത്. അതായത് അവരുടെ കിണറിലെ വെള്ളം ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല. ഫയർഫോഴ്സ് വന്ന് ആ വെള്ളം അടിച്ചു കളഞ്ഞാൽ തന്നെ അത് തീ പിടിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. തൽക്കാലം പഞ്ചായത്തിനോട് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ ആവശ്യപ്പെട്ട് ഇവരൊരു മെമ്മോറാണ്ടം സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ പഞ്ചായത്ത് എന്ത് നടപടി എടുക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ഈ ഒരു വിഷയം അതീവ ഗൗരവതരമാണ്. കൂടുതൽ വീടുകളിലേക്ക് ഈ പെട്രോൾ കലരുന്നതിന് മുൻപായി ഇടപെടണം എന്ന് മാത്രമാണ് ലോക്കൽ ഫോക്കസിന് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. സാനിയോ മനോമിയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണത്. അവിടെയുള്ള കിണറുകളിലാണ് ഡീസൽ കലർന്നിരിക്കുന്നത്. കുടിവെള്ളം അത് പ്രാഥമികമായ അവകാശമാണ്. ആ അവകാശം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം എത്രയും പെട്ടെന്ന് അധികൃതർ ഇടപെട്ട് പരിഹരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഈ സങ്കട ഹർജി, അവിടുത്തുകാരുടെ സങ്കട ഹർജിയാണ് സാനിയോ മനോമിയിലൂടെ അധികൃതരുടെ മുന്നിലേക്ക് നമ്മൾ വെക്കുന്നത്.